ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുന്ന നാം ഓരോരുത്തരിൽ നിന്നും അവിടുന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കുവാനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ചില സംഭവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ യേശുവും ശമരിയക്കാരത്തിയും തമ്മിലുള്ള ആ ഒരു സംഭാഷണം പല സമയങ്ങളിലും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ യേശുവും ശമരിയക്കാരത്തി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സന്ദേശങ്ങളും അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മളെ ചിന്തിപ്പിക്കുന്ന വളരെ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ഒരു സ്ത്രീ ഒരു എല്ലാവരാലും ത്യജിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിന്ന് അവൾ കർത്താവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ഒരു തരത്തിലും ആ ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്താതെ, തള്ളിക്കളയാതെ, അവളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ അവളെ പഴിക്കാതെ, അവളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവളുമായിട്ട് വളരെ ശാന്തമായി സംഭാഷിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഞാനാണ് മശിഹ, നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് മശിഹ എന്ന് കർത്താവ് തുറന്നു പറയുന്നൊരു ഭാഗം നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താണ് ആ ഒരു സ്ത്രീയോട് ഞാനാണ് മശിഹ എന്ന് പറയുന്നത് ഇത്ര പ്രാധാന്യതയുള്ളതായി നമ്മൾ ചിന്തിക്കുവാനായിട്ടുള്ള കാര്യം എന്താണ്? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിലെ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ കുറഞ്ഞ ഇടങ്ങളിൽ മാത്രമേ ഞാനാണ് മശിഹ എന്ന് ക്രിസ്തു സ്വയം വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലാത്തടത്തെല്ലാം തൻ്റെ പ്രവൃത്തികളിലൂടെയും തൻ്റെ വാക്കുകളിലൂടെയും ജനമത് തിരിച്ചറിയണമെന്നാണ് അവിടുന്ന് ആഗ്രഹിച്ചത്. ഹെരോദാവ് എന്ന് പറയുന്ന ആ ഒരു രാജാവ് പല വേളകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആ കർത്താവിനെ തൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ ദൈവപുത്രനായ ഒരാൾ ശമരിയക്കാർ എന്ന് പറയുന്ന ആ ഒരു ശമരിയക്കാരത്തി സ്ത്രീയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് തികച്ചും അത്ഭുതകരം തന്നെയാണ്. ശമരിയക്കാരാരാണെന്ന് കുറച്ച് ആളുകൾക്ക് അറിയാമായിരിക്കും. അല്ലാത്തവർക്ക് അത് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. കാരണം ഇപ്പോൾ നമ്മളത് സംസാരിക്കാനായിട്ട് പോയാൽ ഒരുപാട് ദീർഘമായ സമയങ്ങൾ അതിനാവശ്യമായിട്ട് വരും. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹൂദന്മാരും ശമരിയക്കാരും തമ്മിൽ സമ്പർക്കമില്ല എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ശമരിയക്കാരെ യഹൂദന്മാർ എല്ലായ്പ്പോഴും തരംതാണ ഒരു സമൂഹമായിട്ട് ജാതികളെ പോലെയാണ് കണ്ടിട്ടുള്ളത്. അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങി കുടിക്കാനൊട്ട് തയ്യാറാകുകയുമില്ല. എന്നാൽ ആ ഭാഗം പഠിക്കുമ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അത് എത്ര മോശമാണെങ്കിലും ആ സാഹചര്യത്തിൻ്റെ അകത്തേക്ക് കർത്താവ് വന്നാൽ ആ സാഹചര്യങ്ങളെല്ലാം മാറും, അവസ്ഥകളെല്ലാം മാറും. ഒരുപാട് തകർന്നവരുടെ ജീവിതത്തെ ഈ സുവിശേഷം പണിതിട്ടുണ്ട്. ഇരുൾ മൂടിയ, അന്ധകാരം മൂടിയ സ്ഥലങ്ങളെ, രാജ്യങ്ങളെ, അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങളെ സുവിശേഷത്തിൻ്റെ സത്യവെളിച്ചം അതേ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചുകൂടി വിശാലവും ശ്രേഷ്ഠകരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും തകർക്കപ്പെട്ടവരായി, ഉടയപ്പെട്ടവരായിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഞാൻ പറയാം, ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ തകർച്ചകളെ മാറ്റി നിങ്ങളെ പണിയുന്നതാണ്, നിങ്ങളുടെ മുറിവുകളെ കെട്ടുന്നതാണ്, നിങ്ങളെ കരം പിടിച്ച് വഴി നടത്തുന്നതാണ്. നമ്മുടെ പ്രസംഗത്തിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമുക്ക് വരാം. യേശുവിനെ കണ്ട നമ്മൾ പല സമയങ്ങളിലും മിണ്ടാതെ ഇരിക്കുകയാണ്. പക്ഷേ ഈ സ്ത്രീയെക്കുറിച്ച് പഠിച്ചപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ അവളിൽ കണ്ടു. ഒന്നാമത്തേത്, അവൾ തന്നെ മറന്നു എന്നുള്ളതാണ്. കാരണം നട്ടുച്ച നേരത്ത് ആ വെയിലുള്ള സമയത്ത് വെള്ളം കോരാനായിട്ട് ആ സ്ത്രീ വരുമ്പോൾ അവളോട് കർത്താവിൻ്റെ ആ ഒരു സംഭാഷണവും പിന്നീടുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത്? അവൾ ആ പാത്രം അവിടെ മറന്നു വെച്ചിട്ട് അവൾ ആ പട്ടണത്തിലേക്ക് പോവുകയാണ്. പല സമയങ്ങളിലും നമ്മൾ കർത്താവിനെ കാണുമ്പോൾ നമ്മളെ മറക്കുന്നതിന് പകരം ഇനിയും നമുക്ക് എന്ത് കിട്ടും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ അവളെ മറക്കുകയാണ്. ഇത് തന്നെയാണ് വാസ്തവമായും ആത്മീയ ജീവിതത്തിലും ഉണ്ടാകേണ്ടുന്നത്.
കാരണം യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ, ആ ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ, ആ ഹൃദ്യവും സുദൃഢവും അഗാധവുമായ ബന്ധത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുമെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളെ തന്നെ ത്യജിച്ചിരിക്കണം. അതാണ് ശിഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യം. എല്ലാവരും ഒരു ക്രിസ്തു ശിഷ്യനായി തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത്, അവളെ തന്നെ മറന്നു, അവളുടെ പാത്രം അവിടെ വെച്ചു. രണ്ടാമത്തേത്, ഞാൻ അവളിൽ കണ്ട ഒരു ആവേശമെന്ന് പറയുന്നത്, അവൾ അവിടെ നിന്ന് ഓടി തൻ്റെ പട്ടണത്തിലേക്ക് ചെന്നിട്ട് ആളുകളെയെല്ലാം വിളിച്ചു കൂട്ടി അവരോട് തൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായ ദൈവികമായ ഇടപെടലുകളെക്കുറിച്ച് പറയുകയാണ്. നമുക്ക് ഇതിന് കഴിയുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദൈവസ്നേഹം അനുഭവിക്കുന്നവരാണ്. കർത്താവിൻ്റെ ആ സ്നേഹവും അവിടുത്തെ ഇടപെടലുകളും പല ആവർത്തികൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മളൊക്കെ അനുഭവിച്ചവരാണ്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, നാം അറിഞ്ഞ ഈ ഒരു സത്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതിന് ഒരുപാട് തിയോളജി ഒന്നും അറിയണമെന്നില്ല, ഒത്തിരി കഴിവുണ്ടാകണമെന്നൊന്നുമില്ല. ഈ ഒരു സ്ത്രീയെ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. അവളുടെ ജീവിതം എന്താണ്? 5-6 ഭർത്താക്കന്മാർ തനിക്കുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് താൻ ജീവിച്ചതെന്ന് എഴുതിയിട്ടില്ലെങ്കിലും വായിക്കുന്ന സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാകും അവളുടെ ജീവിതം എന്ന് പറയുന്നത് എന്തൊക്കെയോ വല്ലാത്തൊരവസ്ഥകളിലായിരുന്നു. പക്ഷെ അതിനെയൊന്നും അവൾ കണക്കാക്കാതെ മശിഹായെ കണ്ടു എന്ന സത്യം മനസ്സിലാക്കിയപ്പോൾ അവൾ ചെയ്തതെന്താണ്? അവൾ തിരിച്ച് അവളുടെ പട്ടണത്തിലേക്ക് അവൾ ഓടിപ്പോയി അവിടെയുള്ള ആളുകളോടെല്ലാം ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഒരു സമൂഹത്തെ മുഴുവൻ അവൾ ഉണർവിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒക്കെ ക്രിസ്തുവിന് വേണ്ടി ചെറിയതും വലുതുമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ചെറിയ കാര്യം, നമ്മളെ രക്ഷിച്ച കർത്താവിനെക്കുറിച്ച് ഒരു വാക്ക് മറ്റുള്ളവരോട് പറഞ്ഞാൽ ആ വാക്കിലൂടെ ആയിരിക്കും ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ മരണത്തെ ആഗ്രഹിച്ച് മരണത്തിന് വേണ്ടി ചുവടുകൾ വെച്ച ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള ചിലരുടെ വാക്കുകൾ നിമിത്തമായി ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കഴിവിനും പ്രാപ്തികൾക്കുമെല്ലാം അപ്പുറത്ത് ഈ ഒരു മേഖലകളിൽ ദൈവം നമ്മെ നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മെ കണ്ടുമുട്ടുന്നവർ ഒരു വാക്കിലെങ്കിലും ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയാതെ പോകരുത്. ഒരു വാക്കിലെങ്കിലും. അതിന് വലിയ വലിയ പഠിപ്പീരുകളിൻ്റെയോ വലിയ കാര്യങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല. ഞങ്ങളെ രക്ഷിച്ചൊരു യേശു കൊണ്ട് ആ കർത്താവ് ഇന്ന് ജീവിക്കുന്നുവെന്ന് ഒരാളോടെങ്കിലും നമുക്ക് പറയാനായിട്ട് പറ്റൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായിത്തീരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മെക്കുറിച്ചൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് നാം അവിടുത്തെ സാക്ഷികളായിത്തീരണമെന്നുള്ളതാണ്. ഇതുവരെ അതിന് കഴിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അനുഭവിച്ച ആ ഒരു സ്നേഹത്തോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. കാരണം നമ്മളൊരു സത്യം അറിഞ്ഞു ഇല്ലേ? ഒരു വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കത്തുന്ന വീട് കണ്ടിട്ട് നമ്മൾ കണ്ണടച്ച് മാറിപ്പോകുന്നവരായിട്ടല്ല, നിത്യനരകത്തിലേക്ക് വലിയൊരു കൂട്ടം യാത്ര ചെയ്തു പോകുമ്പോൾ അവരെ സത്യത്തിൻ്റെ പാതയിലേക്ക് നടത്തുവാനും രക്ഷകനായ ക്രിസ്തുവിലേക്ക് നടത്തുവാനും മതത്തിനും ജാതിക്കും വർണ്ണങ്ങൾക്കും വർഗങ്ങൾക്കുമെല്ലാം അതീതമായുള്ള ആ ഒരു ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ ശമരിയക്കാരാരാണെന്നുള്ളത്. അതിനെക്കുറിച്ച് പറയാൻ പോയ ഒരു മിനിമം ഒരു 15 മിനിറ്റെങ്കിലും വേണം ആ ഒരു ശമരിയരുടെ ചരിത്രം പഠിക്കാൻ. അപ്പം ശരിക്കും മതവും സംസ്കാരവുമെല്ലാം ഒറ്റപ്പെടുത്തി ഒരു സൈഡിലേക്ക് മാറ്റിക്കളഞ്ഞ ഒരു സമൂഹമാണ് ഈ ശമരിയർ. പക്ഷേ ശമരിയ പട്ടണത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന യേശു ശമരിയക്കാരത്തി സ്ത്രീയെ കണ്ടപ്പോൾ അവളെ പുറംകാലും കൊണ്ട് ചവിട്ടി പുറത്താക്കിയല്ല ചെയ്തത്. അവളോട് സ്നേഹത്തോടെ സംഭാഷിച്ചിട്ട്, നിനക്കാവശ്യമുണ്ടെങ്കിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ നിന്നിൽ നിന്ന് പുറപ്പെടുമെന്ന് പറയത്തക്ക നിലയിൽ അവളെ ആ ഒരു ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും.
അതെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്രിസ്തുവിൻ്റെ സ്വഭാവം അവളിലേക്കും പകരപ്പെട്ടു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം വാസ്തവമായി നമ്മുടെ ഹൃദയാന്തർഭാഗത്തേക്ക് വന്നാൽ നമുക്കൊരിക്കലും മിണ്ടാതിരിക്കുവാനായിട്ട് കഴിയത്തില്ല, മൗനമായിരിക്കുവാനായിട്ട് കഴിയത്തില്ല. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവരെ വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ അവരോട് പറയുന്നു, വിളിച്ചുകൊണ്ട് വരുന്നു. അവർ വന്ന് പിന്നീട് നമ്മൾ കാണുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് ചിന്തനീയമായ ഒരു കാര്യമാണ്. ശമര്യര് അവളുടെ വാക്ക് വിശ്വസിച്ചു. യേശുവിൻ്റെ അരികിലേക്ക് അവർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് അവർ പറയുന്നത്, ഞങ്ങൾ നിൻ്റെ വാക്ക് വിശ്വസിച്ചത് കൊണ്ടല്ല, ലോകരക്ഷകനായ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടതുകൊണ്ട് ഞങ്ങൾ അവനിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. പല സമയങ്ങളിലും കേൾവിയിലൂടെ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. എൻ്റെ കുടുംബത്തിൽ ചില ദൈവദാസന്മാർ കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഈ കർത്താവിലേക്ക് വന്നത്. പക്ഷേ കാലക്രമേണ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ നേരിട്ട് ദൈവത്തെ അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് തുടങ്ങി. ആത്മീക വളർച്ചയുടെ ഒരു ഭാഗമാണിത്. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഈ ഒരു മൂന്നാമത്തെ ഭാഗം നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അവർ പറയുകയാണ്, നീ പറഞ്ഞതുകൊണ്ടല്ല, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്താണ് അറിയുന്നത്? ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേൾക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് ആ കർത്താവിനെ ഒന്ന് അനുഭവിക്കുവാനും അറിയുവാനും ഇടയായി തീരട്ടെ. ഏറ്റവും ഒടുവിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആത്മീക രഹസ്യം കൂടെ പറഞ്ഞിട്ട് ഈ ഒരു സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതെന്താണെന്നറിയാമോ? ശമര്യർ യേശുവിനെ നിർബന്ധിച്ചു. എന്തിനാണ് നിർബന്ധിച്ചത്? ഞങ്ങളോടുകൂടെ പാർക്കാനായിട്ട് നിർബന്ധിച്ചു. ആ നിർബന്ധത്തെ തള്ളിക്കളയാതെ കർത്താവ് ആ ശമര്യരോടുകൂടെ 2 ദിവസം പാർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവിടുന്ന് 2 ദിവസം പാർത്തു എന്നുള്ളതാണ്. അതിൻ്റെ അകത്തുനിന്ന് കുറച്ചധികം ആത്മീക ചിന്തകളുണ്ട്. നിർബന്ധിക്കുന്നവനോടുകൂടെ പാർക്കുന്നു. ഞാൻ സാധാരണയുള്ള എൻ്റെ എല്ലാ മെസ്സേജുകളിലും ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവജനത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു മാർമികമായ വിഷയം, ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മ ബന്ധം ആഴമായിട്ട് നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ആ കൂട്ടായ്മയ്ക്ക് തയ്യാറാകണമെന്നുള്ളതാണ്. കാരണം അവർ വന്നു, അവർ യേശുവിനെ കണ്ടു, അറിഞ്ഞു. പക്ഷെ അവർ നിർബന്ധിക്കുകയാണ്. അവർ നിർബന്ധിച്ചപ്പോൾ 2 ദിവസം അവരോടുകൂടെ പാർത്തു. ഇതൊരു ചെറിയ കാര്യമല്ല. ശമര്യരുടെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് ഇതിനെ ചെറിയ കാര്യമായിട്ട് നമ്മൾ കരുതുന്നത്. പക്ഷെ ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം ഒരു ശമര്യരുടെ വീട്ടിൽ പോയി 2 ദിവസം ഒരു യഹൂദൻ താമസിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ചെറിയൊരു കാര്യമായിട്ട് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അത്രയ്ക്ക് വലിയൊരു കാര്യമാണ്. പക്ഷെ നോക്കിക്കേ, ആഗ്രഹിക്കുന്നവനെ തൃപ്തിപ്പെടുത്തുവാൻ, താല്പര്യമുള്ളവനെ അവൻ്റെ വീട്ടിലേക്ക് വരുവാൻ, ക്ഷണിക്കുന്നവൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ ഇന്നും ക്രിസ്തു തയ്യാറാണ്. ഒറ്റ കാര്യം, നമ്മുടെ ഹൃദയം തുറക്കുക, ക്ഷണിക്കുക. നമ്മൾ കർത്താവിനെ കണ്ടെത്തിയത് നമ്മുടെ മിടുക്കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നുമല്ല. കാരണം നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ്. പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അകത്ത് വളരുന്നതിൻ്റെ അകത്ത് നമുക്കൊരു റോളുണ്ട്. കാരണം ദൈവാശ്രയം വളരെ പ്രധാനമാണ്. 2, ദൈവത്തോടുള്ള സ്നേഹം, സമർപ്പണം, വിധേയത്വം, ഇതെല്ലാം ഒന്നിച്ച് മുമ്പോട്ട് പോയെങ്കിലേ ആ ബന്ധം സുദൃഢമായി തീരത്തുള്ളൂ. അതിന് കർത്താവ് നമുക്കിടയായി തീരട്ടെ. ആ ശമര്യരുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാവരാലും അവഗണിക്കപ്പെട്ടവരെങ്കിലും അവരുടെ വീട്ടിൽ 2 ദിവസം അവരോടൊപ്പം പാർത്ത ആ കർത്താവ് ഈ നാളുകളിലും ക്ഷണിക്കുന്നവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വരികയാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. ജീവിതത്തെ സമ്പൂർണ്ണമായും മാറ്റുകയാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.